വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ ഇത് ഗ്രീൻ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ചുമ്മാ ഇത് പിടിച്ചുകൊണ്ടങ്ങിരുന്നാൽ മതി. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞോ, കാര്യങ്ങളും പറഞ്ഞു. ദസറയുടെ സീനുകളാണ്. നിങ്ങൾ ആ സ്ക്രീൻ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. അത് വീഡിയോ റെക്കോർഡ് ചെയ്യണം. നിങ്ങൾ മിണ്ട്. അറിയണ്ടേ? നമ്മുടെ ദസറ ലൈറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറ. ദസറയുടെ ആഘോഷമാണ്. റോഡിന്റെ മിഡിലുള്ള ലൈറ്റുകളാണ് ഈ കാണുന്നതെന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. ഹായ് 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 ഹായ്. ഹായ്. ഇതെന്റെ ആദ്യത്തെ വ്ളോഗാണ്. ഓക്കെ. ക്യാമറ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് എന്തായാലും ഭാഗ്യമുള്ളതുകൊണ്ട് ബാംഗ്ലൂർ അല്ല മൈസൂർ വന്ന് ദസറയുടെ വീഡിയോ എടുക്കാൻ തന്നെ യോഗം ഉണ്ടായി. ബിക്കോസ് ഐ എം ബ്ലഡി ലക്കി. ദസറയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ക്യാമറ എടുക്കുന്ന ഫ്ലോസ് ഒക്കെ എന്തായാലും സഹിച്ചിട്ട് ഇതൊന്ന് വ്യക്തമായിട്ട് എൻജോയ് ചെയ്യുക. ഇതാണ് ഗ്രീനിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഫോക്കസ്ഡ് ആണ്, ഓട്ടോ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അടിപൊളി വരെയാണ് കേട്ടോ. ഇത് കാണേണ്ട രംഗമാണ്. എന്താ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ. എന്താ എൻ്റെ ഭംഗി. വണ്ടി ഓടുന്നതിൻ്റെ ചെറിയ ഷെയ്ക്കൊക്കെ ഉണ്ട്. എന്നാലും ഈ കർണാടകക്കാരെ എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഈ എഴുതി വെച്ചയക്കുന്ന ജിലേബി പോലത്തെ മാത്രം വായിക്കാൻ പറ്റും. കൊള്ളാം, സംഭവം കൊള്ളാം. തുടങ്ങിയിട്ടുണ്ട്, ദസറ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ദസറ എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങരുത്. എനിക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാലേ അറിയാം സത്യം. കാണാം. എന്താ അതിൻ്റെ ഒരു ബ്യൂട്ടി. തിരക്ക് തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ളാവും. ദസറയുടെ ഫുൾ ആഘോഷമായിരിക്കും. ഇന്നാണ് എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഡേ. കോയിൻസിഡൻസ് ആയിട്ട് നമ്മൾ എന്തായാലും എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭംഗി ഓരോ ഇഞ്ചിലും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ക്യാമറയെ കാണുന്ന ഭംഗി നേരിട്ട് കാണുന്നതിൻ്റെ അത്രയും ഭംഗി ക്യാമറ കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കൂടുതൽ കിട്ടും. നിങ്ങളുടെ കണ്ണുപോലെ അല്ല ക്യാമറ. വണ്ടി ഷെയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് അറിയില്ല. ഷെയ്ക്ക് ചെയ്യുന്നുണ്ടൊന്നും കുഴപ്പമില്ലല്ലേ? ആ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് എന്താ നമ്മുടെ ഓണത്തിനൊക്കെ കാണൂലേ, ആ കാണുന്ന കണക്കത്തെ അറേഞ്ച്മെൻ്റ് അല്ല ഇത്. നല്ല ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ട് കർണാടകക്കാരന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം. ഓരോ മൂവ്മെൻറ്റ്സ് ഓരോ നമ്മുടെ നാട്ടിൽ LED ബൾബല്ലേ ഇടുന്നത്. LED ഒന്നും അല്ല കേട്ടോ. ഓരോന്നിനും അവന്മാർ ശരിക്കും നമ്മളൊരു 40 വോൾട്ടിൻ്റെ പഴയ ബൾബ് ഇടില്ല, ആ ബൾബ് ഇട്ടാണ് അവന്മാർ അതെല്ലാം ചെയ്തേക്കുന്നത്. ഉണ്ടോ? അതിൻ്റെ ബ്യൂട്ടി എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങോട്ട് ചെല്ലുന്തോറും എൻ്റെ ഭംഗി കൂടി ദസറയുടെ ആഘോഷം. അവിടെ ഒരു പെണ്ണെല്ലാം വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ദസറയുടെ ആണെന്ന് തോന്നുന്നു. തൊട്ടടുത്ത ഹോട്ടലിൽ നല്ല മണം അടിക്കുന്നുണ്ട്. അവരുടെ ഫുഡാണെന്ന് തോന്നുന്നു, നല്ല അവരുടെ റെസിപ്പി. ഏതോ ഒരു ജംഗ്ഷൻ എത്തി. ഒരു വാളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ആരാന്ന് പറഞ്ഞിട്ടില്ല. കർണാടക ചേട്ടാ ചാടല്ലേ. അവന്മാരെ നാട്ടിലാണ്ടവന്മാർ കൊണ്ടങ്ങ് കയറുവാണ്. ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. വണ്ടിയുടെ അകത്തെ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ നല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. എങ്ങോട്ടുള്ള റോഡാണെന്ന് ചോദിച്ചാൽ മൈസൂർ സിറ്റി നേരെ, കലമാതിര പാലസ് നേരെ, റെയിൽവേ സ്റ്റേഷൻ നേരെ. പാലസിലോട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മൾ താമസിക്കുന്ന പാലസിലാണ്. അവിടെ രാജാവിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ ഹംപിയിലോട്ട് പോകും.
എന്താ ഭംഗി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും വന്നിട്ടത് കാണാൻ പറ്റി. ഗുഡ് മെമ്മറീസിലൊന്നായിരിക്കും. എല്ലായിടത്തും നല്ല ലൈറ്റൊക്കെ ഇട്ട് പടപടാന്ന് കിടക്കുന്നുണ്ട്. ചേച്ചി ചാടല്ലേ. ഇലക്ട്രിക് കാറിൽ റെഡ് ഇട്ട് എഴുതിയിരിക്കുന്നു, ഗ്രീൻ അല്ലേ? നമ്പർ കിട്ടിയിട്ടില്ല. അതാണ് നമ്മളെ നാടല്ല. ഇവിടെ ഞാൻ ബാംഗ്ലൂർ എത്ര എണ്ണത്തിന് അടിച്ചിട്ടുണ്ടല്ലോ, കാശും എത്ര കൊടുത്തിട്ടുണ്ടല്ലോ. അതിന്റെ ടവേരയും കൊണ്ടുവന്നിട്ട് ഒരു ടാക്സിക്കാരന്റെ ടയർ ഞാൻ പൊട്ടിച്ചു കൊടുത്തു. ടയറും അവന്റെ റിയർ വ്യൂ മിററും എല്ലാം കൂടെ പൊടിച്ചു കഴിഞ്ഞു. 4500 രൂപയ്ക്ക് ഞാൻ ഓടിച്ചു. കോമറ്റിന്റെ പുതിയ വണ്ടി, ഇന്റർനെറ്റ് ഇൻസൈഡ് എന്ന് വിചാരിക്കുന്നത്. പണ്ട് നമ്മളെ ഇന്റൽ ഇൻസൈഡ് എന്നൊക്കെ എഴുതില്ലേ, അതുപോലെ. ചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കും. 132 ആയില്ലേ? ട്രാഫിക് തുടങ്ങി. ട്രാഫിക്. അതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതാ ലൈറ്റ് തുടങ്ങുന്നേ ഉള്ളൂ. സൂ ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത്. മൈസൂറിലെ സൂ ആണ്. മൈസൂരിലെ സൂ എന്തെല്ലാം ഉണ്ടാകും തോന്നുന്നു. അമുണ്ടി ഹിൽസോ? ഓക്കെ, ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് പോയി. വെളുപ്പിനെ 5 മണിക്ക് എടുത്ത് അവിടെ പോയി. സൺറൈസ് ആണ് കാണേണ്ടത്. അത് ഞാൻ പോയി കണ്ടു. ഒന്നും ഒരു ആക്സിഡന്റ് ഉണ്ടായില്ല. വേറൊന്നുമില്ല. റെയിൽവേ ഒരു ലെവൽ ക്രോസ് ഉണ്ടായത്. അവിടെ ഒരു ബമ്പ് പണിത് വെച്ചിരുന്നു, ഞാൻ കണ്ടില്ല. പറത്തി അങ്ങ് പോയി. കാറിന്റെ അടി ഇടിച്ചു. പെട്രോൾ ടാങ്ക് കേടായി. അയ്യോ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ ട്രാഫിക്കാണ്. ഇവിടെ മറ്റേ കാന്താരയുടെ നടൻ്റെ പോസ്റ്ററൊക്കെ നല്ല കട്ടൗട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കാന്താര 2 എന്നാണ് റിലീസ്? 26 ഇന്നല്ലേ? 26 ഇന്നലല്ലേ? സെക്കൻഡ് ഇറങ്ങുന്നതോ അടുത്ത മാസം 4-നാണോ? അതൊന്നും കാണണം. കന്നഡ അറിഞ്ഞൂടെ മൂവിയാണല്ലോ. ചെയ്ത് ഞാൻ നല്ലൊരു ബ്ലോഗർ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇങ്ങനെ വൊക്കാബുലറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വന്ന് ഞാൻ ചിലപ്പോൾ നല്ലൊരു ബ്ലോഗർ ആയിക്കൂടായിക്കതില്ലായിക്കതില്ലല്ലോ. ഗ്രീൻ ഹോട്ടൽ ലൈറ്റാണ്. ഗ്രീൻ ഹോട്ടൽ. ട്രാഫിക് എല്ലാ സൈഡിൽ നിന്നും വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രാഫിക്. അതിന്റെ ബാറ്ററി എങ്ങനെ കാണിക്കുന്നുണ്ട്? ബാറ്ററി ഫുള്ളായിട്ട് തന്നെ കാണിക്കും.
പിന്നെ സാധാരണ ഒരു വീഡിയോ അത് 20 മിനിറ്റ്സേ എടുക്കും. അതിനകത്ത് ഒരു പിടി 11 സെക്കൻഡായി. എത്ര മിനിറ്റായി? എവിടെ കാണിക്കുന്നു നോക്കാം. ഇത് 6 മിനിറ്റ്സ് ആയി. 20 മിനിറ്റ് വരെ അത് എടുക്കും. പിന്നെ അത് ചൂടാകുമ്പോഴത്തേക്ക് ആ തണുത്ത് ഓഫാക്കും. നമ്മൾ വീണ്ടും ഓൺ ചെയ്താണ്. ഒരു വീഡിയോ 20 മിനിറ്റ്സ് എടുക്കും. ക്യാമറ ചൂടാവും, അത് സ്വയം ഓഫാക്കും. ആംബുലൻസ് ഒക്കെ പറന്നു പോകുന്ന എവിടെയെങ്കിലും തട്ടിക്കാണ്. എല്ലാ വണ്ടിയും കർണാടക, ഒരു കേരള വണ്ടി ഇല്ല. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ്, അങ്ങനൊരു ഓഫീസുണ്ട്. ഫോറിൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മാംഗ്ലൂരുണ്ട്, അല്ല മൈസൂറുണ്ട്. ആൾക്കാരൊക്കെ ത്രിബിൾസ് ഇരുന്ന് പോകുന്നുണ്ടോ? നമ്മുടെ നാട്ടിലിറങ്ങില്ല, എൻ്റെ മണ്ടയിൽ കൂടെ ഓടിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ട്രിബിൾസൊക്കെ ഇരുന്ന് പോകുന്നുണ്ടോ? നമ്മുടെ നാട്ടിലിറങ്ങി ഇപ്പം 500 അല്ല 1000 രൂപ ഒക്കെ പോയാൽ വണ്ടി പിടിച്ച് വന്നിട്ട്. സെൻറ്റ് ജോസഫ്സ് കോളേജ്. പെട്രോൾ ബങ്ക് എല്ലാം കാണാനാണെങ്കിൽ നമുക്ക് കയറി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോൾ പമ്പും എല്ലാം കാണുകയാണെങ്കിൽ കയറി നമുക്ക് അതിനകത്ത് ഇത് നമ്മളെ EV ഉണ്ടോ നോക്കാം. ഫർദർ പരിപാടി EV എവിടെയാണെന്ന് അടുത്തുള്ളതെന്നുള്ളത് കണ്ടുപിടിച്ച് അത് EV GPS ഇട്ട് വേണം ഇറങ്ങാൻ. മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ ഇതങ്ങ് തീരും. ട്രാഫിക് ഉണ്ടല്ലോ അല്ലേ. EV കണ്ടുപിടിച്ച് അത് GPS ഇട്ട് പോകണം. പാലസിൽ ചെന്ന് കയറി നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും. ട്രാഫിക് തരും. ഭയങ്കര ട്രാഫിക് തന്നെ. ട്രാഫിക് കൂടി വരുന്നുണ്ടല്ലോ.
സമാനമായ അനുഭവങ്ങളിലൊക്കെ ഓണാങ്കട്ടി പരാതി കൊടുത്തിട്ടും പ്രതികളെ തേടിപ്പിടിച്ച് പരാതി സ്വീകരിച്ച നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഞങ്ങൾ 3 ദിവസം എസ്പിക്ക് കൊടുത്ത പരാതിയിൽ നിയമവശങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞു 3 ദിവസം കാത്തിരിക്കുമ്പോഴേക്കും കടുത്ത പ്രതിഷേധങ്ങളുമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വന്നു. അനാവശ്യമെടുക്കാൻ പാടില്ലെന്ന് പ്രശ്നം ഉയർന്നതോടെ വീട്ടിലായിരിക്കുകയാണ് പോലീസ്. ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിന് കോടതി ഉൾപ്പെടെ എതിരായതോടെ അന്വേഷണ സംഘം മുന്നോട്ട് പോകേണ്ടതും തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം മതി തുടർ നടപടികളെ കൊണ്ടുള്ള വിലയിരുത്തലാണ് യൂത്ത് സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. വൈസ് പ്രസിഡന്റ് ഒ. ജി. ദിനേശ്, ദേശീയ സെക്രട്ടറി വിനോദ് ചുള്ളിയിൽ എന്നിവരെയാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. വൈസ് പ്രസിഡന്റായി അഭിനന്ദിയെ വൈസ് പ്രസിഡന്റായ അഭിനന്ദിയെ പ്രസിഡന്റാക്കണമെന്ന് സമ്മർദ്ദം ശക്തമാണ്. സാമുദായ ഘടകം ചൂണ്ടിക്കാട്ടി മറുപക്ഷത്താണ് നിർദ്ദേശിക്കുകയാണ്. മൈസൂർ പാലസിൻ്റെ അവിടെ എന്തായാലും EV കാണാണ്ടിരിക്കൂല. EV അവിടെ എന്തായാലും കാണും. നേരെയല്ലേ? നമുക്ക് 1.8 കിലോമീറ്റേഴ്സ് കൂടെ പോയിട്ട് എത്തിത്തിരിയാനാണ് പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് അവിടെ നിന്ന് ഒതുക്കാൻ പറ്റുമെങ്കിൽ ഒതുക്കി ഇതിനൊരു തീരുമാനമെടുക്കും. അവിടെ എന്തോ ഒരു സാധനം കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ കുറേ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല. Vantage. മധൂസ് ടയർ സെൻറ്റർ. അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടേക്ക് കയറ്റി ഇടായിരുന്നു. നമ്മളിപ്പോൾ നമുക്ക് പോകേണ്ടതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഹംപിക്ക് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലസ് കാണാൻ നമുക്കിവിടെ പാലസ് കണ്ടിട്ട് EV ചാർജ് ചെയ്തിട്ട് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോകുന്നതായിരിക്കും നല്ലത്. നോക്കാം. പാലസിൻ്റെ അവിടെ ഒന്നും സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് റോഡ് പിടിക്കുക, റോഡ് പിടിച്ചിട്ട് കാണുന്നിടത്ത് സ്റ്റേ ചെയ്യും.